കേരളത്തിലെ എല്ലാ +2 വിദ്യാർത്ഥികൾക്കും ഞാനൊരു സ്റ്റഡി ചാലഞ്ച് തരാൻ പോവാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ +2 ഏരിയ ബാച്ചൊക്കെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളുടെ സ്കൂളിലെയും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ ആ +1 റിസൾട്ടിൻ്റെ ആദ്യം കാര്യങ്ങൾ ഇരിപ്പുണ്ടാവും. നിങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിലാണ്, നിങ്ങൾ സന്തോഷത്തിലായിരിക്കും. നല്ല രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ കൺട്രോളുള്ള കാര്യം എന്താണ്? നിങ്ങളുടെ +2ൽ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, അതിലെത്ര മാർക്ക് കിട്ടും എന്നുള്ള കാര്യമാണ്. മാത്രമല്ല +1ൽ മാർക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇനിയുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിലാണ്. ആ കൺട്രോളുള്ള കാര്യങ്ങൾ നിങ്ങൾ വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ +2ൽ എത്ര മാർക്ക് കിട്ടുന്നുള്ള പ്രവചിക്കാനുള്ള ഒരു കഴിവൊന്നും എനിക്കില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂൺ മാസത്തിൽ 1 മന്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി ചാലഞ്ച് തരും. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതാണ് നിങ്ങളുടെ +2ലെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുക്കേണ്ടത്. അതിനെന്താ സെർച്ച് ചെയ്യേണ്ടത്? ഒന്നുമില്ല. ഓരോ സബ്ജക്റ്റിനും ഞാൻ ഇങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് കാണിക്കും. ഈ മഞ്ഞ കളറിൽ കാണിക്കുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇഗ്നോർ ചെയ്യും. വെള്ള കളറിൽ കാണുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ ജൂൺ മാസത്തിൽ തീർത്തിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാത്തിനും ഞാൻ തരുന്നതായിരിക്കും. അപ്പം നമുക്ക് തുടങ്ങാം. കാരണം ചാപ്റ്റർ തീർക്കാത്ത വേറെ സ്ട്രാറ്റജി ഒന്നും ഇല്ല കേട്ടോ +2ൽ. അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയോ അങ്ങനെ സീക്രട്ട് ട്രിക്കോട് കൂടി പഠിച്ചിട്ട് +2ൽ മാർക്ക് വാങ്ങാം. ഇല്ല, ചാപ്റ്റർ തീർക്കുക എന്നാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. NCERT വായിക്കണോ, മറ്റേ ചോദ്യം ചെയ്യണോ, ഈ ചോദ്യം ചെയ്യണോ, PYQ ചെയ്യണോ, അതൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ചാപ്റ്റർ സിലബസ് തീർക്കാന്നാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ജൂൺ മാസത്തിൽ നിങ്ങൾ തീർക്കേണ്ട ഫിസിക്സിലെ സിലബസ് ഈ 2 ചാപ്റ്റേഴ്സാണ്. തീർത്തേ പറ്റുള്ളൂ. സാർ മഞ്ഞ കളറിൽ കൊടുത്തത് അത് നമ്മുടെ ബാച്ചിലും കൂടെ തീരാൻ പോകുന്ന ചാപ്റ്ററാണ്. കാരണം ഈ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ബാച്ചിൽ തീർത്തു. ഈ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി +2 ഏരിയ ബാച്ചിലെ കുട്ടികൾ തീർന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ബാച്ചിൽ റീസെൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന കുറേ കുട്ടികളുണ്ടാവും, ജോയിൻ ചെയ്യാത്തവരുണ്ടാവും. ഇത് നിങ്ങൾ തീർക്കണം. ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്, നിങ്ങൾ അത് തീർക്കണം. അത് വീക്കെൻഡ്സിനും ഹോളിഡേയ്സിനും സമയം ഉണ്ടാക്കി തീർക്കണം. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിന് ലൈവ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി ഈ ലൈവ് ക്ലാസ്സിൽ ലൈവായിട്ട് വന്ന് ഇരിക്കാൻ പറ്റില്ല, അത് ഭയങ്കര ഓവർ ബേർഡൻ ആയിട്ട് തോന്നുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ചാപ്റ്റർ നിങ്ങൾ 2 നിങ്ങൾ തീർത്തേ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളാണ് ഇത് ഓൾറെഡി തീർത്തിട്ടുണ്ട്. ഈ 3ാമത്തെ ചാപ്റ്റർ ജൂൺ 2nd വീക്കോടുകൂടി തീരും. അത് ആദ്യം മുതലേ പഠിച്ചു കൊടുക്കുന്ന കുട്ടികൾക്ക്. അതേപോലെ ജൂൺ അവസാനത്തോടെ 4ാമത്തെ ചാപ്റ്ററും തീർന്നിട്ടായിരിക്കും അവർ ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അത്രയും എത്തിയ കുട്ടികൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജൂണിൽ ഈ 2 തീർത്തില്ലെങ്കിൽ നടക്കുമോ? നടക്കില്ല. കാരണം ജൂൺ, ജൂലൈ ഓണം എക്സാം, ഒരു മാസം കഴിഞ്ഞാൽ ഓണം എക്സാമാണ്. മനസ്സിലായി? അപ്പോൾ ഇത് ബേസിക് കാര്യമാണ്. 2 ചാപ്റ്റർ തീർത്താൽ നിങ്ങൾ സെറ്റാണ്. കെമിസ്ട്രി സെയിം ലോജിക്ക് 2 ചാപ്റ്റർ സൊല്യൂഷൻസും ഇലക്ട്രോ കെമിസ്ട്രിയും തീർക്കുക, സെറ്റാക്കുക. ഓക്കെ, മാത്സിൽ വീണ്ടും 2 ചാപ്റ്റർ. 2 ചാപ്റ്റർ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഇത് സിമ്പിൾ 2 ചാപ്റ്റേഴ്സാണ് എല്ലാ സബ്ജക്റ്റിലും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തിയിട്ടും കൂടിയില്ല. ഓക്കെ, ബയോളജിയിൽ ഈ 2 ചാപ്റ്റർ, ഈ 2 ചാപ്റ്ററും, ബോട്ടണി, സുവോളജി, കമ്പ്യൂട്ടർ സയൻസിൽ ഈ 2 ചാപ്റ്റർ. ഓരോ സബ്ജക്റ്റിലും 2 ചാപ്റ്റർ വീതം നിങ്ങൾ പഠിച്ചാൽ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ എഫക്റ്റ് എന്തായാലും നിങ്ങളുടെ ഓണം എക്സാമിനും അതുവഴി നിങ്ങളുടെ പബ്ലിക് എക്സാമിനും നിങ്ങൾക്ക് ഉണ്ടാവും. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, വേറെ ഒന്നും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനില്ല, വേറെ ഒരു സ്ട്രാറ്റജിയും ഇല്ല. ആദ്യം ഈ ചാപ്റ്റർ തീർക്കുക, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രാറ്റജിനെ പറ്റി സംസാരിക്കാം. പല കുട്ടികളും കുറേ ചിന്തകളിലാണ്. +2ൽ ഞാൻ ഇങ്ങനെ പഠിക്കും, ഇത്ര മണിക്കൂർ പഠിക്കും, എന്തിനാണ് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്? നിങ്ങൾ ഈ ചാപ്റ്റർ തീർക്കുക. മനസ്സിലായി? അതിന് എത്ര മണിക്കൂർ എടുക്കും അത്ര മണിക്കൂർ നിങ്ങൾ പഠിക്കണം. ഡെയിലി 1 മണിക്കൂർ പഠിച്ചിട്ട് നിങ്ങൾക്ക് ചാലഞ്ച് തീർക്കാൻ പറ്റും, നിങ്ങൾ അത് പഠിച്ചാൽ മതി. പക്ഷെ അത് പറ്റില്ല. ഡെയിലി 2 മണിക്കൂർ പഠിച്ചാലേ തീർക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ 2 മണിക്കൂർ പഠിക്കേണ്ട ആളാണ്. ആ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ +2ൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല മക്കളെ. ഈ +2ലെ ബുദ്ധിമുട്ടും +2 ടഫ് ആവാനും +2ൽ 23% ഓരോ വർഷം കുട്ടികൾ തോക്കാനും കാരണം അവർ വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. +2 എങ്ങനെ പഠിക്കും, +2 എങ്ങനെ പഠിക്കുന്നല്ല ചിന്തിക്കേണ്ടത്. ഈ ചാപ്റ്റർ എങ്ങനെ തീർക്കുന്ന ആലോചിച്ചാൽ മതി നിങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നോളും. അപ്പോൾ ആ ഒരു മിഥ്യാലോകത്തു നിന്ന് മാറി റിയാലിറ്റിയിലേക്ക് വരിക. റിയാലിറ്റി ഇതാണ്. 1 മന്ത് സ്റ്റഡി ചാലഞ്ച് ഞാൻ നിങ്ങൾക്ക് തന്നു, അത് നിങ്ങൾ തീർക്കുമോ ഇല്ലയോ എന്നാണ് റിയാലിറ്റി. തീർക്കുമെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്, തീർക്കുമില്ലെങ്കിൽ യു ആർ ഓൺ ദ റോങ് ട്രാക്ക്. അതാണ് സത്യം. അത് എത്ര വലിയ സ്ട്രാറ്റജിയും എത്ര വലിയ ചിന്താഗതിയും നിങ്ങൾക്കുണ്ടായിട്ടും കാര്യമില്ല +2ൽ മാർക്ക് കിട്ടാൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് ഹാർഷായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പഠിച്ചു തുടങ്ങുക ഇന്ന് തന്നെ. എവിടുന്ന് പഠിക്കും എന്നുള്ളവരെ നിങ്ങൾ തീരുമാനിക്കുക. +2 ഏരിയ ബാച്ചിൽ ജോയിൻ ചെയ്തവരാണ് +2 ഏരിയ ബാച്ചിലെ ക്ലാസ് കണ്ട് പഠിക്കുക. അത്ര നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഫുൾ സാധനം അവിടെ തീർത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരാണ് ജോയിൻ ചെയ്യുന്നവർ കൺസിഡർ ചെയ്യുക. ഓവർ ലൈറ്റ് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഗുണമൊന്നുമില്ല. ജോയിൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, റെഡി? ചാലഞ്ച് അക്സെപ്റ്റഡ് ആണ്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന്. ഇത് പഠിച്ചു തുടങ്ങും. നമുക്ക് പിന്നെ കാണാം.